ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മനോഹരമായ പ്രഭാതത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ പ്രഭാത ജാഗരണത്തിൽ നമുക്ക് ചിന്തിപ്പാനുള്ളതായ വിഷയം, കലർപ്പില്ലാത്ത ശുദ്ധവായു ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കും. ആപ്തവാക്യമായി കൊടുത്തിരിക്കുന്നത് സദൃശവാക്യങ്ങൾ 3:7-8 അതിപ്രകാരം പറയുന്നു: നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക, അത് നിൻ്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, സംതൃപ്തമായ ഒരു മനസ്സുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത്. ആനന്ദകരമായ ഒരു മനോഭാവം അത് ശരീരത്തിനും ആരോഗ്യവും മനുഷ്യാത്മാവിന് ശക്തിയും നൽകുന്നു. എന്നാൽ ഉത്കണ്ഠയും ദുഃഖവും നിരാശയുമുള്ളതായ ഒരു അവസ്ഥ മനുഷ്യൻ്റെ ഏറ്റവും വേദനാജനകമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. എന്താണ് ഇതിന് പരിഹാരം എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ നമ്മുടെ മനസ്സുകളെ സന്തോഷകരമായി ഇരുത്തുക എന്നുള്ളതാണ്. അതെപ്രകാരം നമുക്ക് സാധിക്കും? ചിലപ്പോൾ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട് എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നാൽ പ്രാർത്ഥിക്കുവാൻ പോലും പറ്റുന്നതായ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ പോലും പറ്റാത്തതായ ഒരു അന്തരീക്ഷം ഉണ്ടായാൽ നമ്മൾ എന്താണ് ചെയ്യുക? എന്നാൽ തിരുവചനം നമുക്ക് ചില കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്നു. ആദമിനെ ഹവ്വയെയും സർവശക്തനായ ദൈവം ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ അവരോട് പ്രകൃതിയിൽ ഇണങ്ങിച്ചേർന്ന് ജീവിക്കുവാനാണ് അവർക്ക് അവസരമുണ്ടാക്കി കൊടുത്തത്. അതേപോലെ അവർ ആ പ്രകൃതിയുടെ അനുഭവത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളും ദുരിതങ്ങളും നേരിട്ടതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മളും അപ്രകാരം പ്രകൃതിയിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്നതായ സമയത്ത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വിഷമം തോന്നുന്നതായ ഘട്ടങ്ങളിൽ, ദുഃഖങ്ങൾ തോന്നുന്നതായ അവസ്ഥയിൽ, വിഷാദത്തിലേക്ക് പോകുന്നതായ അവസ്ഥയിൽ, അതിൽ നിന്നെല്ലാം കരകയറുവാനായിട്ട് നമുക്ക് പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോകാം. നിങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ അതിൽ നിന്ന് വിമുക്ത നേടണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ അല്പസമയം നിങ്ങൾ ഒരു പച്ചപ്പ് നിറഞ്ഞതായ ഒരു പ്രദേശത്തേക്ക് കടന്നു പോവുകയോ അല്ലെങ്കിൽ പാടശേഖരങ്ങളിലേക്ക് കടന്നു പോവുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിന് വളരെയധികം ശാന്തി ലഭിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ പട്ടണങ്ങളിൽ താമസിക്കുന്നതായ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് പാടശേഖരങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ എല്ലാ പട്ടണങ്ങളിലും പാർക്കുകൾ, പച്ചപ്പ് നിറഞ്ഞതായ പാർക്കുകൾ കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഒരല്പസമയം നമ്മൾ ചെലവഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതേ തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പലപ്പോഴും പല ആളുകളും എന്തെങ്കിലും പ്രയാസം നേരിട്ട് കഴിഞ്ഞാൽ അവർ വസിക്കുന്നതായ ആ മുറിക്കുള്ളിൽ തന്നെ ആയിരിക്കും കൂടുതൽ സമയവും ചെലവഴിക്കുക. അവർ വിചാരിക്കുന്നത് ഈ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ തങ്ങൾക്ക് മാനസികമായി സൗഖ്യം ലഭിക്കും എന്നുള്ളതാണ്. എന്നാൽ അടഞ്ഞിരിക്കുന്നതായ മുറിയിലെ ആ അവിടെ വായു സഞ്ചാരം കുറവായതിനാൽ നമ്മുടെ ശരീരവ്യൂഹം ബലഹീനവും ആരോഗ്യവുമില്ലാത്തതുമായ അവസ്ഥയിലേക്ക് ചെന്നെത്തിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിലെ മടുപ്പ് കൂടുതൽ ഉളവാക്കുവാനായിട്ട് ഇടയാക്കും. അത് പുതുജീവൻ നൽകുന്നതായ ഒരു അന്തരീക്ഷം വേണമെങ്കിൽ നമുക്ക് ശുദ്ധവായു ലഭിച്ചേ പറ്റുകയുള്ളൂ. അതിനാൽ നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് ആവശ്യമാണ്. ഈ കാലയളവിൽ അതായത് ഈ അന്ത്യകാലഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ അത്യാർത്തി മൂലം ശുദ്ധവായു പോലും ലഭ്യമാകുന്നതായ അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഡൽഹി പോലെയുള്ളതായ പട്ടണങ്ങളിൽ ശുദ്ധവായു ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്സിജൻ പാർലറുകൾ സ്ഥാപിച്ചതായിട്ട് നമുക്കറിയാം. അവിടെ വസിക്കുന്നതായ ജനങ്ങളുടെ ആരോഗ്യവും നോക്കുമ്പോൾ വളരെയധികം മോശമായ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നതായ പല ഘടകങ്ങൾ അവിടെ വായുവിലുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് ശുദ്ധവായു ലഭിക്കുന്നതായ ആ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക എന്നുള്ളതാണ്.
എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചതിന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് മുമ്പ് നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. അത് മാനസികമായും ശാരീരികമായും നമ്മളെ ശുദ്ധീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണമെങ്കിൽ നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോകണം. ശുദ്ധവായു ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം സ്വീകരിക്കണമെങ്കിൽ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നതായ പ്രകൃതിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം. അങ്ങനെ മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സന്തോഷത്തിൻ്റെതായ അനുഭവം ഉണ്ടാകും. അപ്രകാരം ഉണ്ടായെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വീണ്ടും വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണമെങ്കിൽ പ്രകൃതിയിലേക്ക് മടങ്ങുക. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനും അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഈ മനോഹരമായ പ്രഭാതത്തിൽ അല്പസമയം അങ്ങയുടെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് നൽകിയ അവസരത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, അടിയങ്ങൾക്ക് അങ്ങ് നൽകിയ വരദാനമായ ആ ശുദ്ധവായു ലഭിക്കുന്നതിന് പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള ആഹ്വാനം ഞങ്ങൾ ഇന്ന് കേട്ടു. കർത്താവേ, അങ്ങ് ആഗ്രഹിച്ചതുപോലെ ഒരു പുതുക്കത്തിൻ്റെതായ അനുഭവം ഞങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഞങ്ങളേവരും തന്നെ പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് യാചിക്കുന്നു. ഇത് വീക്ഷിക്കുന്നതായ ഓരോ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് യാചിക്കുന്നു. എന്നും അങ്ങയുടെ കൃപയിൽ അവരെ സൂക്ഷിക്കുമാറാകണമെന്ന് യാചിക്കുന്നു. അടിയങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനോടെ സ്തുതിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടനെ സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.